ഹരേ കൃഷ്ണ. ഇന്ന് സ്വർഗ്ഗവാതിൽ ഏകാദശി, ജനുവരി 10 വെള്ളിയാഴ്ച. ഏകാദശികളിൽ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗ്ഗവാതിൽ ഏകാദശി. ധനുമാസത്തിലെ വെളുത്ത ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ സ്വർഗ്ഗവാതിൽ ഏകാദശിയാണ് ഇന്ന്, ജനുവരി 10 വെള്ളിയാഴ്ച. വൈഷ്ണവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് ഇതെന്നും അതിനാൽ അന്ന് മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വസിച്ചു വരുന്നു. മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രധാനമാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തൃശ്ശൂരിലെ തിരുവമ്പാടി, പെരിങ്ങാവ് ധന്വന്തരി, നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഇത് ആഘോഷ ദിവസമാണ്. ക്ഷേത്രത്തിലെ ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിൽ വഴി പുറത്തു വരുന്നത് സ്വർഗ്ഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങാണ്. അതിലൂടെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് വിശ്വാസം. സ്വർഗ്ഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി, രോഗശമനം, മോക്ഷപ്രാപ്തി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം. ശ്രീരംഗം, തിരുപ്പതി, ഗുരുവായൂർ തുടങ്ങി എല്ലാ വൈഷ്ണവ ദേവാലയങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടെ ഈ ദിവസം ആചരിച്ചു വരുന്നു. സ്വർഗ്ഗവാതിൽ ഏകാദശി നാളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തുള്ള ഒരു പ്രത്യേക വാതിൽ അലങ്കരിച്ച് സ്വർഗ്ഗവാതിലായി കണക്കാക്കി രാത്രി 8 മണിക്ക് പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നു. അതിനുശേഷം 8:30 മണിക്ക് നടക്കുന്ന ശീവേലിയിൽ ഭഗവാനെ സിംഹാസന വാഹനത്തിൽ എഴുന്നള്ളിക്കുന്നതാണ് പ്രധാന മറ്റൊരു ചടങ്ങ്. ഈ ദിവസം തിരുവിതാംകൂർ മഹാരാജാവ് കുടുംബാംഗങ്ങളുമൊത്ത് ദർശനത്തിനെത്തും. ഹരേ കൃഷ്ണ. ഇന്നേ ദിവസം ഏകാദശി വ്രതം അവനവൻ്റെ ശരീരത്തിന് എങ്ങനെ കഴിയുന്നുവോ അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് കഴിയുന്നത്ര ഭഗവാന്റെ നാമം ചൊല്ലിയ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. പുത്രദ ഏകാദശിയുടെ കഥ വരുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, അല്ലയോ മധുസൂദനാ, ദയവായി എന്നോട് കരുണ ഉണ്ടായി ഈ വിശിഷ്ട ഏകാദശിയെക്കുറിച്ച് എന്നോട് വിവരിച്ചാലും. പരമോന്നതനായ ഭഗവാൻ അതിന് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു, അതേ യുധിഷ്ഠിര, അതിൻ്റെ മഹത്വങ്ങൾ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് വിവരിക്കാം. കാരണം ഈ പവിത്രമായ ഏകാദശിയെക്കുറിച്ച് കേൾക്കുന്ന ഏതൊരുവനും അശ്വയാഗം അർപ്പിക്കുന്നതിൻ്റെ യോഗ്യത നേടുന്നു. ദ്വാപരയുഗത്തിൻ്റെ പ്രാരംഭത്തിൽ മഹിഷ്മതിപുരി എന്ന രാജ്യം ഭരിച്ചിരുന്ന മഹിജിത എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് പുത്രന്മാരില്ലായിരുന്നു. മക്കളില്ലാത്ത വിവാഹിതന് ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ സന്തോഷം ലഭിക്കുന്നില്ല. മകൻ എന്നതിൻ്റെ സംസ്കൃത പദം പുത്രൻ എന്നാകുന്നു. പുത് എന്നത് ഒരു നഗരത്തിൻ്റെ പേരാകുന്നു. ത്ര എന്നാൽ വിടുവിക്കുക എന്നാകുന്നു. അതിനാൽ പുത്ര എന്ന വാക്കിൻ്റെ അർത്ഥം പുത് എന്ന നരകത്തിൽ നിന്ന് ഒരുവനെ മോചിപ്പിക്കുന്നവൻ എന്നാകുന്നു. അതിനാൽ വിവാഹിതരായ ഓരോ പുരുഷനും ഒരു മകനെങ്കിലും ജന്മം നൽകേണ്ടതാകുന്നു. അവനെ ശരിയായി പരിശീലിപ്പിച്ച് വളർത്തുമ്പോൾ പിതാവ് ജീവിതത്തിൻ്റെ നരകാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഈ നിർദ്ദേശം വിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ ഭക്തന്മാർക്ക് ബാധകമല്ല. കാരണം ഭഗവാൻ അവരുടെ പിതാവും മാതാവും പുത്രനും ആയിത്തീരുന്നു. കൂടാതെ ചാണക്യ സംഹിതയിൽ പറയുന്നു, സത്യം എൻ്റെ അമ്മയാകുന്നു, അറിവ് എൻ്റെ അച്ഛനാകുന്നു, എൻ്റെ തൊഴിൽപരമായ കടമകൾ എൻ്റെ സഹോദരനും ദയ എൻ്റെ സുഹൃത്തുമാകുന്നു, സമാധാനം എൻ്റെ ഭാര്യയും ക്ഷമ എൻ്റെ മകനുമാകുന്നു. ഈ 6 പേരും എൻ്റെ കുടുംബാംഗങ്ങളാകുന്നു. ഭഗവാന്റെ ഒരു ഭക്തൻ്റെ 26 പ്രധാന ഗുണങ്ങളിൽ
പാപമോചനമാണ് ഏറ്റവും പ്രധാനം. അതിനാൽ ഈ ഗുണം വികസിപ്പിക്കുന്നതിന് ഭക്തർ ഒരു അധിക ശ്രമം നടത്തേണ്ടതാണ്. ഇവിടെ ചാണക്യൻ പറയുന്നു, ക്ഷമ എൻ്റെ മകനാകുന്നു. അതിനാൽ ഭഗവാന്റെ ഭക്തൻ ത്യാഗത്തിൻ്റെ പാതയിലാണെങ്കിലും ഈ ഏകാദശി ആചരിക്കുകയും ഇത്തരത്തിലുള്ള പുത്രനെ നേടാൻ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ രാജാവ് ഒരു അവകാശിയെ നേടാൻ വളരെ കാലം ശ്രമിച്ചു. എന്നാൽ വർഷങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടേയിരുന്നു. ഇതു കണ്ട് രാജാവ് കൂടുതൽ ഉത്കണ്ഠാകുലനായി. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഉപദേഷ്ടാക്കളുടെ സമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ ഈ ജീവിതത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ല. എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ സമ്പാദിച്ച പണവും ഇല്ല. ഞാൻ ഒരിക്കലും ദേവന്മാർക്കോ ബ്രാഹ്മണർക്കോ ഉള്ള വഴിപാടുകൾ ഒന്നും തന്നെ കൈക്കലാക്കിയിട്ടുമില്ല. ഞാൻ യുദ്ധം ചെയ്യുകയും രാജ്യങ്ങൾ കീഴടക്കുകയും ചെയ്തപ്പോൾ സൈനിക കലയുടെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം പാലിച്ചു. എൻ്റെ പ്രജകളെ അവർ എൻ്റെ സ്വന്തം മക്കളെ പോലെ സംരക്ഷിച്ചു. സ്വന്തം ബന്ധുജനങ്ങൾ പോലും നിയമം ലംഘിച്ചാൽ ഞാൻ അവരെ ശിക്ഷിച്ചു. എൻ്റെ ശത്രു പോലും സൗമ്യനും ഈശ്വരവിശ്വസിയുമാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തു. ഈ വേദമാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു മതവിശ്വാസിയാണെങ്കിലും ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഒരു മകനില്ല. ഇതിൻ്റെ കാരണം ദയവായി എന്നോട് പറഞ്ഞാലും. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ ബ്രാഹ്മണ ഉപദേഷ്ടാക്കൾ ഈ വിഷയം തമ്മിൽ ചർച്ച ചെയ്തു. രാജാവിൻ്റെ പ്രശ്നപരിഹാരം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ അവർ മഹാഋഷിമാരുടെ വിവിധ ആശ്രമങ്ങൾ സന്ദർശിച്ചു. അവസാനം അവർ ഒരു മുനിയുടെ സമീപത്തെത്തി. പരിശുദ്ധനും ആത്മസംതൃപ്തനും വ്രതാനുഷ്ഠാനങ്ങൾ കർശനമായി പാലിച്ചു കൊണ്ടിരിക്കുന്നവനുമായ അദ്ദേഹം വേദനിഗമനങ്ങൾ പ്രകാരം തൻ്റെ ആയുസ്സ് ബ്രഹ്മാവിൻ്റെ ജീവിതകാലം വരെ നീട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലോമശഹർഷി എന്നായിരുന്നു. അദ്ദേഹത്തിന് ഭാവിയും ഭൂതവും വർത്തമാനവും അറിയാമായിരുന്നു. ഒരു കൽപ്പാന്തകാലം കടന്നുപോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു രോമം കൊഴിഞ്ഞു പോകുമായിരുന്നു. രാജാവിൻ്റെ എല്ലാ ബ്രാഹ്മണ ഉപദേഷ്ടാക്കളും വളരെ സന്തോഷത്തോടെ ഓരോരുത്തരായി അദ്ദേഹത്തെ സമീപിച്ചു. അവരുടെ എളിയ ആദരവ് പ്രകടിപ്പിച്ചു. ആ മഹാത്മാവിനാൽ ആകർഷിക്കപ്പെട്ട മഹിജിത രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുകയും വളരെ ആദരവോടെ ഇപ്രകാരം പറയുകയും ചെയ്തു. അല്ലയോ മുനീന്ദ്ര, അങ്ങയെ കാണാൻ ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നു. അവർ അദ്ദേഹത്തെ വണങ്ങുന്നത് കണ്ട് ലോമശഹർഷി മറുപടിയായി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് എന്നോട് ദയവായി പറഞ്ഞാലും. നിങ്ങൾ എന്നെ പ്രശംസിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ആവും വിധം പരിശ്രമിക്കുന്നതാണ്. കാരണം എന്നെപ്പോലുള്ള ഋഷിമാർക്ക് ഒരു താൽപ്പര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ സഹായിക്കുക. ഇതിൽ സംശയിക്കാതിരിക്കുക. ഋഷിക്ക് എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഭഗവാന്റെ ഭക്തനായിരുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൃഷ്ണനോട് അവിഭാജ്യമായ ഭക്തി സേവനം നടത്തുന്ന ഒരാളിൽ കൃഷ്ണൻ്റെയും ദേവതകളുടെയും എല്ലാ നല്ല ഗുണങ്ങളും സ്ഥിരമായി പ്രകടമാകുന്നതാണ്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ പരമോന്നത വ്യക്തിത്വത്തോടു യാതൊരു ഭക്തിയും ഇല്ലാത്തവന് നല്ല യോഗ്യതകളില്ല. കാരണം ഈ ഭൗതികത അതിൻ്റെ അസ്തിത്വത്തിൽ മാനസിക സംയോജനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് ഭഗവാന്റെ ബാഹ്യ സവിശേഷതയാണ്. രാജാവിൻ്റെ പ്രതിനിധികൾ പറഞ്ഞു, അല്ലയോ മഹാമുനി, വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് അങ്ങയുടെ സഹായം തേടാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അല്ലയോ മുനീന്ദ്ര, നിങ്ങൾ ബ്രഹ്മാവിനെ പോലെയാണ്. തീർച്ചയായും ഈ ലോകത്തിൽ അങ്ങയെപ്പോലെ ശ്രേഷ്ഠനായ മറ്റൊരാൾ ഉണ്ടാവില്ല. ഞങ്ങളുടെ രാജാവ് മഹിജിതനു പുത്രന്മാരില്ല. ഞങ്ങളെ അദ്ദേഹം പുത്രന്മാരെ എന്ന പോലെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പുത്രന്മാരില്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ അതൃപ്തി കണ്ട് ഞങ്ങൾ വളരെ ദുഃഖിതരാണ്. അതിനാൽ ഞങ്ങൾ വനവാസം അനുഷ്ഠിച്ച് വളരെ എളിമയോടെ ജീവിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിച്ചത്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അങ്ങയെ ദർശിക്കുന്നതിനാൽ വിജയിക്കുന്നു.
അതിനാൽ ദയവുണ്ടായി ഞങ്ങളുടെ രാജാവിന് പുത്രഭാഗ്യം ലഭിക്കുന്ന വഴികൾ വിശദീകരിച്ച് തന്നാലും ഞങ്ങൾ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കേട്ട ശേഷം മഹാമുനി ഒരു നിമിഷം ധ്യാനത്തിൽ മുഴുകുകയും രാജാവിൻ്റെ മുൻ ജീവിതം മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രാജാവ് തൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു വ്യാപാരിയായിരുന്നു. സമ്പത്ത് അപര്യാപ്തമാണെന്ന് തോന്നിയ അദ്ദേഹം പാപപ്രവർത്തികൾ ചെയ്തു. തൻ്റെ സാധനങ്ങൾ കച്ചവടത്തിനായി അദ്ദേഹം പല ഗ്രാമങ്ങളിലും പോയി. ഒരിക്കൽ ത്രിവിക്രമ ഏകാദശിക്ക് ശേഷമുള്ള ഒരു ദിവസം യാത്രയ്ക്കിടെ രാജാവിന് ദാഹം തോന്നി. ഒരു ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശത്തിൻ്റെ മനോഹരമായ ഒരു കുളത്തിൽ അദ്ദേഹം എത്തി. പക്ഷേ വെള്ളം കുടിക്കാൻ കുളത്തിലേക്ക് പോകുന്നതിനിടയിൽ ഒരു പശു തൻ്റെ പുതുതായി ജനിച്ച കാളക്കുട്ടിയുമായി അവിടെ എത്തി. ഈ രണ്ടു ജീവികൾക്കും ചൂട് കാരണം വളരെ ദാഹം ഉണ്ടായിരുന്നു. എന്നാൽ പശുവും പശുക്കുട്ടിയും വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ വ്യാപാരി അവരെ വളരെ പരുഷമായി മാറ്റി നിർത്തി. എന്നിട്ട് സ്വാർത്ഥമായി സ്വന്തം ദാഹം തീർത്തു. ആ പശുവിൻ്റെ കാളക്കുട്ടിയുടെ വിഷമത്തിന് പകരമായി നിങ്ങളുടെ രാജാവിന് ഒരു മകനില്ലാതെ ജീവിക്കേണ്ടി വന്നു. എന്നാൽ മുൻ ജന്മത്തിൽ അദ്ദേഹം ചെയ്ത സൽപ്രവൃത്തികൾ അദ്ദേഹത്തെ ഒരു രാജ്യത്തിൻ്റെ അധികാരി തന്നെയാക്കി മാറ്റി. ഇത് കേട്ട രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഋഷിവര്യ, ചില വ്രതാനുഷ്ഠാന കർമ്മങ്ങളിലൂടെ നേടുന്ന യോഗ്യതകളിലൂടെ ഒരാളുടെ മുൻകാല പാപകർമ്മ ഫലങ്ങൾ അസാധുവാക്കുവാൻ കഴിയുമെന്ന് വേദങ്ങൾ അനുശാസിക്കുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആയതിനാൽ ഞങ്ങളുടെ രാജാവിൻ്റെ പാപങ്ങൾ നശിപ്പിക്കുവാൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതിലേക്കായി ദയവുണ്ടായാലും ഒരു രാജകുമാരൻ കുടുംബത്തിൽ ജനിക്കുന്നതിലേക്ക് വേണ്ട ദയവ് കാണിച്ചാലും. മുനി മറുപടിയായി ഇപ്രകാരം പറഞ്ഞു, ശ്രാവണ മാസത്തിൽ വരുന്ന പുത്രദ ഏകാദശി ദിവസം നിങ്ങളുടെ രാജാവടക്കം എല്ലാവരും ഉപവസിക്കുകയും രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും വേണം. നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിക്കുക. അപ്രകാരം നിങ്ങൾ കൂടി ഉപവസിക്കുന്ന പക്ഷം അതിൻ്റെ പുണ്യം കൂടി രാജാവിന് നൽകുക. നിങ്ങൾ എൻ്റെ ഈ നിർദ്ദേശം പാലിക്കുന്ന പക്ഷം തീർച്ചയായും ഒരു നല്ല പുത്രനെ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. ഋഷിയുടെ ഈ വാക്കുകൾ കേട്ട് രാജാവിൻ്റെ ഉപദേശകന്മാരെല്ലാം സന്തോഷിച്ചു. എല്ലാവരും അദ്ദേഹത്തോട് നന്ദിയോടെ പ്രണാമങ്ങൾ അർപ്പിച്ചു. പിന്നെ സന്തോഷത്തോടെ അവർ അവരുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. ശ്രാവണ മാസം വന്നപ്പോൾ രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾ മുനിയുടെ ഉപദേശം ഓർമ്മിപ്പിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ പൗരന്മാരും രാജാവും ഏകാദശി ഉപവാസം അനുഷ്ഠിച്ചു. പിറ്റേന്ന് ദ്വാദശിയിൽ അവർ നേടിയ പുണ്യത്തെ മുഴുവനും രാജാവിന് സമർപ്പിച്ചു. ഈ യോഗ്യതയുടെയെല്ലാം ശക്തിയാൽ രാജ്ഞി ഗർഭം ധരിച്ചു. ഒടുവിൽ സുന്ദരമായ ഒരു കോമള ബാലന് ജന്മം നൽകി. യുധിഷ്ഠിര, ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം ഉപസംഹരിച്ചു. ശ്രാവണ മാസത്തിലെ ഈ ഏകാദശി പുത്രദ ഏകാദശി എന്ന പേരിലും പ്രശസ്തമാണ്. ഈ ലോകത്തിനും മറ്റേത് ലോകത്തിലും സന്തോഷം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ പുണ്യദിനത്തിൽ ഉപവസിക്കുകയും എല്ലാ ധാന്യങ്ങളിൽ നിന്നും പയറുവർഗ്ഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതുമാണ്. തീർച്ചയായും പുത്രദ ഏകാദശിയുടെ മഹത്വം കേൾക്കുന്നവർക്കെല്ലാം തന്നെ ഈ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തനാകുകയും ഒരു നല്ല പുത്രനാൽ അനുഗ്രഹിക്കപ്പെടുകയും മരണശേഷം സ്വർഗത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഭവിഷ്യപുരാണത്തിൽ നിന്നുള്ള ശ്രാവണ ശുക്ല ഏകാദശി വൈകുണ്ഠ ഏകാദശി അഥവാ പുത്രദ ഏകാദശിയുടെ മഹത്വ വിവരണം ഇപ്രകാരം അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.